ഫാസിസത്തിൻ്റെ യഥാർത്ഥ ശത്രു നമ്മുടെ രാജ്യമാണ്, നമ്മുടെ നീതിപീഠമാണ്, നീതിന്യായ വ്യവസ്ഥയാണ്. അതിലവർക്ക് മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ ഹൈന്ദവനെന്നോ ഒന്നുമില്ല. എല്ലാം അവരുടെ ശത്രുക്കളാണ്. ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂ എറിഞ്ഞത് വേറെ ആരുമല്ല, പണ്ട് ഷൂ നക്കി നടന്നവർ. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാണമില്ലാത്ത ആ കൂട്ടരല്ലേ. എന്ത് നിയമമാണ് ഇവിടെ ഉള്ളത്? ഏത് നിയമത്തെ അവർ പേടിക്കുന്നത്? സുപ്രീം കോടതി ജസ്റ്റിസിനെതിരെ ഈ രീതിയിലാണ് ഇവരുടെ രീതിയെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ ആയിരിക്കും? ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥക്ക് ഒരു ചുക്കിൻ്റെ ചുണ്ണാമ്പിൻ്റെ വില അവർ കൽപ്പിക്കുന്നില്ല. ഇതൊക്കെ ആരാണ് അവിടെ ചെയ്തു കൊടുത്തത്? ഇതിന് കാരണക്കാരാരാ? നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന ഈ ഫാസിസം ഉണ്ടല്ലോ, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഫാസിസം, അത് വളരെ ഭയാനകരമാണ്. അതിൻ്റെ മുഖം വളരെ ഭീകരമാണ്. നിങ്ങൾ എത്രത്തോളം നിശബ്ദരായിരിക്കുന്നു അത്രത്തോളം നിങ്ങൾ അടിമകളാക്കപ്പെടും. നാം എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വരുമോ? നമുക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? നാളെ നമ്മുടെ കുട്ടികൾക്കൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇന്നേ ശബ്ദം ഉയർത്തണം. ഏറ്റവും വലിയ ആയുധം മൂർച്ചയുള്ള വാക്കുകളാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ പോലും തെല്ലും വില കൽപ്പിക്കാതെ അവിടുത്തെ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നേറുന്ന ഇത്തരം തെമ്മാടിക്കൂട്ടത്തിനെതിരെ എന്ത് നിയമ സംവിധാനമാണ് ഇവിടെ ഉള്ളത്? ഈ മണ്ടന്മാരെ വിചാരം അധികാരവും ആയുധവും കയ്യിലുണ്ടെങ്കിൽ ആരെയും മെക്കിട്ട് കയറാന്നാണ്. അതൊക്കെ അവരുടെ തോന്നൽ മാത്രമാണ്. എവിടെ നമ്മൾ കൈ ഉയർത്തണം അവിടെ നമ്മൾ ഉയർത്തുക തന്നെ വേണം.